ഹലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു ചട്ടിച്ചോറ് തയ്യാറാക്കിയാലോ? ഇനി ചട്ടിച്ചോറൊക്കെ കഴിക്കാൻ കൊതി തോന്നിയാൽ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കടയിലൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഈ ചട്ടിച്ചോറിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫിഷ് ഐറ്റംസ് ആണ്. കൂന്തൽ നിറച്ചത് ഉണ്ടാക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിന് നമ്മുടെ കൂന്തൽ അഥവാ കണവയുടെ തലഭാഗം കൊണ്ട് മസാല ഉണ്ടാക്കാം. നമ്മൾ സാധാ കണവ റോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെയാണ്. എന്നിട്ട് നമുക്ക് ആ ബോഡിയിലേക്ക് നമ്മുടെ മസാല ഒന്ന് നിറച്ച് കൊടുക്കാം. ആ മസാലയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈർക്കിലും കൊണ്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇത് കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് ഈർക്കിലും കൊണ്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഉള്ള മസാല മാത്രമേ വേവിച്ചിട്ടുള്ളൂ. നമ്മുടെ മീത ഭാഗവും കൂടെ ഒന്ന് വേവണമെങ്കിൽ ഒന്ന് ആവി കയറ്റി എടുക്കണം. ഒരു 2 മുതൽ 3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കണവയ്ക്ക് കുക്കിംഗ് ടൈം കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെച്ച് അത് റബ്ബറി ആയിപ്പോവും. എന്നിട്ട് പെട്ടെന്നൊരു മസാല തയ്യാറാക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ കണവ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ ഈ കണവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 2 മുതൽ 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരുപാട് നേരം ആയിപ്പോയാൽ അത് റബ്ബറി ആയിപ്പോൾ ടെക്സ്ചർ മാറും. അതുകൊണ്ട് ശ്രദ്ധാപൂർവം പെട്ടെന്ന് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ വരെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ അടുത്തത് കുറച്ച് വലിയ അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് അയില ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കൂടെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും നാരങ്ങാ നീരും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് തിക്ക് പേസ്റ്റായിട്ട് മസാല ഉണ്ടാക്കുക. നന്നായിട്ട് അയിലയിലൊന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം അയില ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് പൊരിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ആയാലും മീനായാലും ഒക്കെ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പൊരിച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയം നമുക്ക് വേറെ പല പല കാര്യങ്ങൾ ചട്ടിച്ചോറിനുള്ള തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് 15 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇത് റെസ്റ്റിന് വെച്ച സമയം കൊണ്ട് ഞാനിവിടെ ബ്രിഞ്ചോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നീളനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുന്നത്. കുറച്ച് എണ്ണയെ തന്നെ അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതും ഒരു 15 മിനിറ്റത്തേക്ക് മാറ്റി വെച്ച ശേഷം ആ സമയം കൊണ്ട് തോരനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കുകയാണ്. കൂടെ തന്നെ ബീട്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള കാര്യം ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഈ ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നത്. ബ്രിഞ്ചാൾ കുറച്ച് എണ്ണയായിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറം ഇട്ടൊന്ന് മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ തോരനും കൂടി ആക്കുകയാണ്. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമുക്ക് 2 സൈഡിൽ നിന്നും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ബീട്രൂട്ട് സലാഡാണ്. ഇത് ബീട്രൂട്ട് വേവിച്ച ബീട്രൂട്ടല്ല, പച്ച ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ആലിയ ഭട്ടിൻ്റെ റെസിപ്പിയാണ്. കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ഇതിൽ ആ പച്ച ചെവയൊക്കെ കാണുമെന്നാണ്. പക്ഷേ ഇല്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ കടുവറുത്ത് ഒഴിക്കുമ്പോൾ ജീരകവും കൂടെ അഡീഷണൽ ആയിട്ട് ഇടണമെന്ന് മാത്രം. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തരുന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ മുട്ട പൊരിച്ചതും. അപ്പോൾ നമ്മുടെ കറികളെല്ലാം ആയിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്തത് ചട്ടിയിലേക്ക് ചോറിട്ട് അതിൻ്റെ മീതെ കറികളെല്ലാം വച്ചെടുക്കുന്ന പ്രോസസ്സായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.